പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഈവനിങ് വാക്കാണ്. അതിനകത്ത് ഞാൻ ജസ്റ്റ് നമ്മൾ കണ്ട നല്ല രസമുള്ളൊരു വാക്ക് വേ, നല്ല രസമുള്ളൊരു സ്ഥലം, അതിങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഗോവുൻ്റെ ഒക്കെ യൂണിവേഴ്സിറ്റി, നമ്മുടെ UIUCയുടെ അണ്ടറിലുള്ള ഒരു ജാപ്പനീസ് ഗാർഡൻ ആണ്. അപ്പം ഞാൻ ഓർത്ത് ഇപ്പോൾ ചെറി ബ്ലോസമിൻ്റെ എൻഡായി ഫസ്റ്റ് 2 വീക്സാണ്. ഏപ്രിലിൻ്റെ ഫസ്റ്റ് 2 വീക്സിൽ വന്നാൽ ബ്ലോസം കിട്ടും. അവരുടെ ഫുൾ പാത്ത് മുഴുവൻ ഈ ജാപ്പനീസ് ഗാർഡൻ ആയതുകൊണ്ട് അങ്ങനെ ചെറി ബ്ലോസംസ് വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് നമ്മുടെ ലക്ക് നോക്കാമെന്ന് വെച്ചിട്ട് ചെന്നതാണ് കേട്ടോ. പക്ഷെ കാണാനൊന്നും പറ്റിയില്ല, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ദൂരെ നിന്ന് ഒരു മരം നോക്കുമ്പോൾ ഇതാണോ എന്നോ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അതല്ല. അങ്ങനെ ഈ വാക്ക് വേ മുഴുവൻ അങ്ങനെ അതിൻ്റെ ട്രീസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് ജപ്പാനിൽ പോവാതെ തന്നെ ചെറി ബ്ലോസംസ് കാണാമായിരുന്നു. പക്ഷേ അൺലക്കിലി അത് പറ്റിയില്ലല്ലോ, ട്രീസ് മാത്രം കണ്ടാവും ഇന്ന്. എന്നാലും ഇങ്ങനെ കുറേ നല്ല ഫ്ലവേഴ്സും കുറച്ച് നേരം ഇങ്ങനെ നല്ല നടക്കാൻ, വെതർ നല്ല രസമാണ് കേട്ടോ നടക്കാനും. നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനും. ഞാനങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നപടി പെട്ടെന്ന് പോയതുകൊണ്ട് ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാനൊന്നുമുള്ള റെഡി ആയിട്ടൊന്നും അല്ല കേട്ടോ പോയത്. അതായത് ജസ്റ്റ് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടല്ലേ പോയത്. നമുക്കങ്ങനെ ഫോട്ടോസൊന്നും എടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരാമെന്ന് വെച്ചു. ഒരു ദിവസം പോലും താമസിക്കാതെ ചെറി ബ്ലോസം ഉണ്ടെങ്കിൽ കാണാമല്ലോ എന്ന് വെച്ച് വന്നതാണ് കേട്ടോ. പക്ഷേങ്കിൽ ചെറി ബ്ലോസം കാണാൻ പറ്റിയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ജാപ്പനീസ് മേപ്പിൾ ട്രീ എന്ന് പറയുന്നത്. ഇതാണല്ലോ നമ്മുടെ കളറ് മാറുന്ന ഇലകൾ. ഇതിപ്പോൾ റെഡാണ്. അല്ലാതെ ഇവിടെ നിൽക്കുന്ന നമ്മൾ എല്ലാ ഫിലിമിലൊക്കെ കാണുന്ന കളറ് മാറുന്ന മേപ്പിൾ ട്രീസിൻ്റെ ഇലകളാണല്ലോ. ഇതാണ് കേട്ടോ ചെറി ബ്ലോസം. ഇതുണ്ട്, കഴിഞ്ഞ ബ്ലൂമിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് വന്നിരുന്നത് എനിക്കത് ഭയങ്കര വിഷമമായി പോയിട്ട്. 2 ആഴ്ച മുമ്പ് വന്നിരുന്നത് ശരിക്കും നമ്മൾ ജപ്പാനിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ, 2 വശത്തും നിറച്ചും ഇങ്ങനത്തെ ട്രീസുമായിട്ട് ഇങ്ങനെ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടല്ല, നമ്മളിങ്ങനെ കുറേ നേരം നടന്നു കേട്ടോ. ഇവിടുത്തെ നമ്മൾ അണ്ണാനെ കണ്ട് എന്തൊരു ഡബിൾ സൈസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ അണ്ണാനേക്കാളും ഡബിൾ സൈസ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ എനിക്കൊന്ന് അതിൻ്റെ ഫാമിലിയിൽ തന്നെ പെട്ട പൂക്കളാണെന്ന് തോന്നുന്നു. എനിക്ക് അത്ര അറിയത്തില്ല, അവിടെ ഒന്നും എഴുതിയും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചെറി ബ്ലോസമിൻ്റെ തന്നെ ലീഫ്സ് കണ്ടോ ഒരുപോലെയാണ്. അതും ഇത് വേറെ ടൈപ്പ് ബ്ലൂമിങ് തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്. മറ്റേത് കുറച്ചും കൂടെ വലുതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ വലുതാണല്ലോ ഉദ്ദേശിച്ചത്. പിന്നെ വീപ്പിംഗ്, അതിങ്ങനെ താഴോട്ട് കിടക്കുന്നതിന് വീപ്പിംഗ് ചെറി ബ്ലോസംസ് ആണ് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണുനീര് പോലെ ഇങ്ങനെ താഴോട്ട്, അതിൻ്റെയൊക്കെ ട്രീസ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് ഈ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ കുറേ ഒരു മാറ്റം അല്ലെങ്കിൽ കുറേ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നമ്മൾ ഏത് ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എങ്ങോട്ട് ട്രാവൽ ചെയ്താലും ഇന്ത്യൻ എയർലൈൻസ്, അതുപോലെ തന്നെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ എയർ ഹോസ്റ്റസ് ഒക്കെ ഭയങ്കര റെഡി ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ലിപ്സ്റ്റിക്കും അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അവരെങ്ങനെ, അതായത് നല്ല ഭംഗിയുള്ള ആൾക്കാർ, ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെ. ഇത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നിട്ട് ഡൊമസ്റ്റിക്കിൻ്റെ ഫ്ലൈറ്റിൽ കയറി, യുണൈറ്റഡ് എയർലൈൻസിൻ്റെ. അതിനകത്തുള്ള എയർ ഹോസ്റ്റസിനെ കണ്ടിട്ട് ഒരു നോർമൽ കാഷ്വൽ വെയറിൽ, അതായത് കുറച്ച് പ്രായമുള്ള സ്ത്രീകളും പിന്നെ മീൻസ് ആണുങ്ങളാണെങ്കിലും ഒക്കെ നോർമലായിട്ട്, അതായത് നമ്മൾ ഒരു ഡ്രസ്സപ്പ് ചെയ്യാതെ തന്നെ കാഷ്വലായിട്ടുള്ള ഒരു എയർ ഹോസ്റ്റസിനെയാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, എല്ലാവരും നല്ല ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാനിങ്ങനെ അത് അവരുടെ കംഫർട്ടിന് മാത്രമാണ്, പിന്നെ അവരെങ്ങനെ നമ്മൾ സെർവ് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രമാണ്. അല്ലാതെ അവരൊരു ബിൽഡപ്പ് കൊടുത്തിട്ട് ഭയങ്കര ബ്യൂട്ടി ആസ്പെക്റ്റിൽ നോക്കിയിട്ടുള്ള സെലക്ഷൻ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. ഇനി എനിക്ക് അതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറയണം. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അവർ നല്ല കംഫർട്ടബിളായിട്ട് കൊണ്ട് സെർവ് ചെയ്യുന്നു. അത് അവരുടെ എത്തിക്കേറ്റ്സ് പിന്നെ ഹൈ ആണല്ലോ, അതെല്ലാവർക്കും അറിയാം. അതിലാണ് അവർ കാര്യം, അത് നമ്മുടെ ലുക്കിലല്ല കാര്യം കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതൊരു ഡിഫറെൻറ്റ് തിങ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇന്ത്യയിൽ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എയർ ഹോസ്റ്റസിനെ കാണുമ്പോൾ അവർ ഭയങ്കര, ഇപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയിൽ വരുമ്പോൾ അവർ ഫുൾ സാരിയാണല്ലോ കൊടുക്കുക. അവരെന്ത് അൺകംഫർട്ടബിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെല്ലാം. അതായത് നമ്മുടെ ഓവർ ഹെഡ് ബിൻസൊക്കെ അടയ്ക്കാനൊക്കെ കൈ വെക്കുമ്പോഴൊക്കെ ഇതാണെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ്, ചുമ്മാ കാഷ്വലായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്കൻസിൻ്റെ എനിക്കത് അവർ കംഫർട്ടിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ എപ്പോഴും ടീഷർട്ട്സും ലൂസായിട്ടുള്ള ഡ്രസ്സും അങ്ങനെയാണ്.
നമ്മളും ഇന്ത്യൻസും നമ്മൾ അതിലോട്ട് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ കംഫർട്ട് വെയറിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ബ്രാൻഡില്ലാന്ന് യൂണിക്ലോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ എപ്പോഴും ഞാൻ പോകുന്ന ജാപ്പനീസ് ബ്രാൻഡാണ്. അതിനകത്തെ ഡ്രസ്സസ് എല്ലാം കുറച്ച് ഓവർ സൈസ്ഡും കുറച്ച് ലൂസായിട്ടുള്ളത്, നമുക്ക് കംഫർട്ട് തരുന്നത് അല്ലേ. പിന്നെ നമ്മുടെ ഒരു ഏജ്, അതായത് നമ്മൾക്കൊരു 45+ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും നമ്മൾ കംഫർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, പണ്ടൊക്കെ നമ്മൾ ഫിറ്റിങ്ങിലുള്ള ഡ്രസ്സ് ഇടാനും അതൊക്കെ ശ്രമിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് എന്താ കംഫർട്ടാണ് വേണ്ടത്, നമുക്ക് മൂവ് ചെയ്യാൻ ഈസി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ടോ ഇപ്പം എനിക്കിഷ്ടം. എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവർക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം എല്ലാവരും ആ ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഇന്ത്യൻസ് കുറച്ച് കൂടുതൽ മേക്കപ്പ് ചെയ്യുമല്ലോ പണ്ട് മുതലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇട്ടിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ പാർട്ടീസൊക്കെ പോകുമ്പോൾ അത് വേറെ, അല്ലാതെ നമ്മളൊരു ട്രാവലൊക്കെ പോകുമ്പോൾ മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുക, സ്കിൻ ഏറ്റവും നന്നായിട്ട് ഗ്ലോ ചെയ്യും അല്ലേ. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇത് കഴിഞ്ഞ് അതായത് ഒരു സിറം അപ്ലൈ ചെയ്യുക, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ഒരു സൺസ്ക്രീൻ. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ബ്യൂട്ടി ഉണ്ടാക്കുന്നതിലും കൂടുതൽ സ്കിന്നിനെ കെയർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു ഗോപുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത് വന്നിട്ട് അപ്പം അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഗോപുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ അതെടുത്താണ്. ഗോപു ജോയിൻ ചെയ്ത സമയത്ത്, ഇത് അഗ്രികൾച്ചർ ആൻഡ് ബയോ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്തെ ഫോട്ടോസാണ് കേട്ടോ അതിനകത്ത്. അപ്പം ഞാനിങ്ങനെ അകത്ത് കയറി വെറുതെ എടുത്തായിരുന്നു. അപ്പം മോളൊക്കെ മടുത്തായിരുന്നു. മോനെ നമ്മൾ കരാട്ടയുടെ തൈക്കോണ്ടോയുടെ ക്ലാസ്സിൽ വിട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു 1 hour നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് നടന്നു. എനിക്ക് ചെറി ബ്ലോസം ആയിരുന്നു എൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പം അവളും ടയേർഡായി. അപ്പോൾ ഇനി നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോകും. ഞാൻ ജസ്റ്റ് വൈകുന്നേരം അങ്ങനെ ഈ ഗാർഡൻ്റെ ടൂർ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു നല്ല രസമുള്ള ഇത് ചെറി ബ്ലോസത്തിൻ്റെ തന്നെ, അതായത് അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട ട്രീ ആണ് കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. വൈകുന്നേരം ഇങ്ങനെയൊക്കെ നടന്നു, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പിന്നെ നോക്കുമ്പോൾ കാണാമല്ലോ എൻ്റെ ട്രിപ്പ്. അപ്പോൾ അതുപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. ഇനിയും നമുക്ക് പോകെ നോക്കാം എന്തൊക്കെ ഡിഫറൻസസ് ആണുള്ളത്, എനിക്ക് എന്തൊക്കെ നോട്ട് ചെയ്യാൻ പറ്റി, അതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടെ പറയാവേ. ബൈ.